നമ്മളിപ്പോൾ ഉള്ളത് തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാൻ പാർക്കിലാണ്. കൂടുതൽ പേരും തെന്മല ഡാമൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. തെന്മല വഴി ആര്യങ്കാവ്, ചെങ്കോട്ട, തെങ്കാശിയൊക്കെ പോയിട്ടുമുണ്ട്. പക്ഷേ അധികമാരും എനിക്ക് തോന്നുന്നില്ല ഈ മാൻ പാർക്കിനകത്ത് വന്നിട്ടുണ്ടെന്നും കണ്ടിട്ടുണ്ടെന്നും. കാരണം ഒരുപാട് പ്രാവശ്യം ഈ റൂട്ടിൽ തെന്മല, ചെങ്കോട്ട ആ റൂട്ടിൽ നമ്മൾ പോകുമ്പോൾ റോഡ് സൈഡിലുള്ള ഈ മാൻ പാർക്കിന് മുന്നിൽ അധികം വാഹനങ്ങളോ തിരക്കോ ഒന്നും കാണാറേയില്ല. അതിൻ്റെ ബോർഡ് തന്നെ കാലപ്പഴക്കം കാരണം മങ്ങിയ നിലയിലുമാണ്. കാരണം അധികം പൈസയൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. ആൾ വന്നെങ്കിലല്ലേ പൈസ വരൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ വളരെ ഒരു ഡള്ളായിട്ടാണ് നമ്മൾ അതുവഴി പോകുമ്പം കാണാറുള്ളത്. രണ്ട് മാനെ കാണാൻ എന്തിനാ അതിനകത്ത് കയറുന്നത് എന്നുള്ളത് ചിന്തയായിരിക്കണം. പക്ഷേ എന്തായാലും നമ്മൾ ഇതിനകത്ത് കയറി. നല്ല രസമാണ് കേട്ടോ. ഇതിനകത്ത് 2 സെക്ഷനായിട്ടാണ് ജീവികളെ പാർപ്പിച്ചിരിക്കുന്നത്. ഒരു സെക്ഷനിൽ മ്ലാവ് എന്ന് പറയുന്ന ആ ഒരു ജീവിവർഗത്തെയാണ്, മാനിൻ്റെ കൂട്ടുള്ള മ്ലാവ്. നമുക്ക് നടക്കുന്നത് ഫെൻസിങ്ങിൻ്റെ ഔട്ട് സൈഡിൽ കൂടെ. അപ്പോൾ ഇവർക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ ഫെൻസിങ്ങിൻ്റെ സൈഡിലാണ്. കണ്ട അണ്ണന്മാരെല്ലാം ഇരുന്ന് തിന്നുന്നത്. അപ്പോൾ ഈ ഇട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം തന്നെ അവരിവിടെ വന്ന് തിന്നണം, അങ്ങനെ സഞ്ചാരികൾ ഇതിനെ കാണണം. കാരണം ഇത് വിശാലമായ സ്ഥലമാണ്. അത് മൊത്തം വനമാണ് കാണുന്നത്. വേലി കെട്ടി തിരിച്ചിട്ടുള്ള വനമാണ്. പക്ഷെ അവരങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനൊക്കത്തില്ല. അതുകൊണ്ട് അവരങ്ങോട്ട് പോകാതിരിക്കാൻ എപ്പോഴും ഈ ഫെൻസിങ്ങിൻ്റെ സൈഡിലാണ് ഇവർ തീറ്റ കൊണ്ടിടുന്നത്. അതുകൊണ്ട് നമ്മളെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഇവർക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒത്തു വന്നാൽ നമ്മൾ ഈ വേലിക്കിടക്കൂടൊക്കെ ഒന്ന് കൈയിട്ടാൽ ഇവരെ തൊടിയൊക്കെ ചെയ്യാം. കുട്ടികളെ ഉദ്ദേശിച്ചായിരിക്കണം കൂടുതലായി ഇവർ ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ല അവർക്ക് വലിയ സന്തോഷമായിരിക്കും. പിന്നെ ഈ വനത്തിലെ മരങ്ങൾ, മാക്സിമം മരങ്ങൾ, അതിൻ്റെ ശാസ്ത്രീയമായ പേരുകളൊക്കെ ഇതിനകത്ത് അവർ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. മ്ലാവിനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴല്ല, മുന്നോട്ട് നടക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ മാനിൻ്റെ സെക്ഷനുള്ളത്. പുള്ളിമാനുകൾ, നല്ല കൊമ്പൊക്കെ ഉള്ള പുള്ളിമാനുകൾ. ഇവരുടെ എല്ലാവരുടെയും കൊമ്പുകൾ ഒരുപോലെയല്ല. ഇവർക്കൊന്നും പേടിയില്ല. ആരുടാന്നാണ് ചോദിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള ഭാവം അവർക്ക്. ഇവരെ വേണമെങ്കിൽ തൊട്ടാലും ഇവർക്കൊന്നും പ്രശ്നമല്ല. തുടരുതെന്നുള്ളത് നിയമം. പിന്നെ കുഞ്ഞിമാനുകളുണ്ട്. അതൊക്കെ നല്ല കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ വലിയ ഒരു അനുഭവമാണ് കുട്ടികൾക്കൊക്കെ. ഇതുപോലെ നമ്മുടെ നാട്ടിൽ അങ്ങനെ മാനെ എത്ര അടുത്ത് കാണാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. പാല് കുടിക്കാൻ നടക്കുന്ന കുട്ടി, തീറ്റ തിന്നുന്ന മാനുകൾ എല്ലാം ഗംഭീരമാണ് കേട്ടോ. കുറച്ച് നേരം ഇവർ തീറ്റ തിന്നും, പിന്നെ കൊമ്പ് കുരുക്കാൻ പോവും. കൊമ്പുള്ളവർ കൊമ്പ് കുരുക്കാൻ പോവും. ഇതിലേക്ക് രണ്ടുപേരുടെയും കൊമ്പുകൾ വ്യത്യസ്തമാണ്. അവിടെ കൊമ്പ് കുരുക്കുന്ന ഇവന്മാർ ആദ്യമേ വന്നിട്ട് ഈ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണമൊന്ന് മാറ്റണം. അതിനായി കൊമ്പ് കൊരുത്തി ഇങ്ങനെ കിടന്ന് മസിൽ പിടിക്കുന്നത്. ഇതൊരു ഫ്രണ്ട്ഷിപ്പ് മാച്ചാണ്, അല്ലാതെ ഒരാളെ തോൽപ്പിക്കാനുള്ള മാച്ചൊന്നുമല്ല. ഇതിങ്ങനെ കുറേ നേരം ഇവരിങ്ങനെ അങ്ങനെ ഇങ്ങനെ തള്ളി നിൽക്കും. പിന്നെ രണ്ടുപേരും 2 വഴിക്ക് പോകും. നിബിഡമായ വനമാണ്. പക്ഷെ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ചെറിയ ഷെഡുകളൊക്കെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നതായിട്ട് കാണാം. അത് ഇവർക്കൊക്കെ കയറി കിടക്കാനും പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് സിമെൻറ്റിൽ നിർമ്മിച്ച പാത്രങ്ങളൊക്കെ നമുക്കവിടെ കാണാം. സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മാൻ പാർക്ക്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണ്. ഹൈവേയുടെ റോഡ് സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ എൻട്രൻസ്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ 300-400 മീറ്ററോളം നമുക്ക് നടന്ന് കാണാം. ഇവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ചെറിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബോർഡൊക്കെ ബ്ലറായി തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തികമായിരിക്കണം പ്രശ്നം. പിന്നെ ഏറ്റവും അവസാനം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പാർക്കുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും അവർക്ക് ഊഞ്ഞാലാടാനും ഒക്കെ ആയിട്ട് ഒരു പാർക്ക് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ പാർക്കിൽ ഈ മ്ലാവിനെ കണ്ട സന്തോഷത്തിലും മാനിനെ കണ്ട സന്തോഷത്തിലുമൊക്കെ കുട്ടികൾക്ക് ഉല്ലസിച്ച് രസിക്കാൻ പറ്റിയ
ഒരു സ്ഥലമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു ടൂറിസം കേന്ദ്രമാണ് ഈ തെന്മലയുടെ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാൻ പാർക്ക്. നമ്മളിങ്ങനെ വെറുതെ ഒഴിവാക്കി പോകുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ സന്ദർശിക്കുക. 20-30 രൂപയേ ഉള്ളൂ ഇവിടുത്തെ ഒരു ടിക്കറ്റിന്. തീർച്ചയായും സന്ദർശിക്കുക. ഓക്കെ, താങ്ക് യു.